Good morning, my dear students, and we can go to the next class of financial derivatives. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓപ്ഷൻസിനെ കുറിച്ച് പഠിച്ചിരുന്നു. അതോടൊപ്പം ഓപ്ഷൻസിൻ്റെ ആ ഒരു പേ ഓഫ് ഫങ്ഷനിങ് എങ്ങനെയാണെന്നും എപ്പോഴാണ് ബയർക്ക് ലാഭം ഉണ്ടാവുന്നത്, എപ്പോഴാണ് സെല്ലർക്ക് ലാഭം ഉണ്ടാവുന്നത്, അതുപോലെ മണീനെസ് ഇൻ ഓപ്ഷൻ എന്താണ്, അല്ലേ, മണീനെസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്, അതുപോലെ തന്നെ ഇൻട്രിൻസിക് വാല്യൂ, ടൈം വാല്യൂ, അതായത് ഓപ്ഷൻ പ്രീമിയത്തിൻ്റെ തന്നെ രണ്ട് ഭാഗങ്ങളായിട്ടുള്ള ഇൻട്രിൻസിക് വാല്യൂ, ടൈം വാല്യൂ എന്തൊക്കെയാണ്, എങ്ങനെയാണത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക, ഇതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തത്, പഠിച്ച് നിർത്തിയത്. ഇനി നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് റിസ്ക് ആൻഡ് റിട്ടേൺ പ്രൊഫൈൽ ഓഫ് ഓപ്ഷൻ കോൺട്രാക്ട്സ് ആണ്. അതിന് മുന്നോടിയായിട്ട് അവിടെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ഓപ്ഷൻസിൻ്റെയും ഫ്യൂച്ചേഴ്സിൻ്റെയും ഡിഫറൻസ്, ഓപ്ഷനായിട്ടുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതരം കോൺട്രാക്റ്റ് ആണെന്ന് നമ്മൾ പഠിച്ചിരുന്നു, അല്ലേ. ഓപ്ഷൻ്റെ പ്രത്യേകത, അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് റൈറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ, ഒബ്ലിഗേഷൻ ഇല്ല എന്നുള്ള ആ ഒരു പ്രത്യേകത. അത് വേറെ രണ്ട് കോൺട്രാക്റ്റുകളിൽ നമുക്കതിനെ കുറിച്ചിട്ട് കാണാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ഓപ്ഷൻ കോൺട്രാക്റ്റ് എക്സ്ചേഞ്ച് ട്രേഡഡും ഉണ്ട്, ഓവർ ദ കൗണ്ടർ ട്രേഡഡും ഉണ്ട്. അങ്ങനെ രണ്ട് രീതിയിലും, അതായത് ഫോർവേഡിൻ്റെയും ഫ്യൂച്ചറിൻ്റെയും രണ്ടിൻ്റെയും കൂടി ഒരു മിക്സപ്പ്, അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ഫോർവേഡുകൾ ഒരിക്കലും എക്സ്ചേഞ്ചുകൾക്കുള്ളിൽ ട്രേഡ് ചെയ്യപ്പെടുന്നതല്ല. അതേസമയം ഫ്യൂച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും എക്സ്ചേഞ്ചിന് പുറത്ത് ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല. അതേസമയം ഓപ്ഷനിൽ എക്സ്ചേഞ്ചിന് പുറത്തും ട്രേഡ് ചെയ്യാം, എക്സ്ചേഞ്ചിൻ്റെ അകത്തും ട്രേഡ് ചെയ്യാം, അല്ലേ. അപ്പം അങ്ങനെ ഉള്ളൊരു, അത് പ്രൈവറ്റ്ലി നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യേണ്ട കോൺട്രാക്റ്റുകളാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ല, കുറച്ചും കൂടി സെക്യൂർഡ് ആവണം, കുറച്ചും കൂടി സ്റ്റാൻഡർഡൈസ്ഡ് ആവണം എന്ന് കരുതുന്നവർക്ക് വേണമെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് എന്ത് ചെയ്യാവുന്നതാണ്, ആക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്, അല്ലേ. ഇനി ബാക്കി ഫോർവേഡ് ആയാലും ഫ്യൂച്ചർ ആയാലും അവിടെ ഒബ്ലിഗേഷനും റൈറ്റും ഒരുമിച്ചാണ് കിട്ടുന്നത്. അതിൻ്റെ രണ്ട് പാർട്ടീസിനും ഒബ്ലിഗേഷനും ഉണ്ട്, റൈറ്റും ഉണ്ട്, അല്ലേ. ഫോർവേഡ് ആണെങ്കിൽ അവിടെ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന ബയർക്കും സെല്ലർക്കും, ഫ്യൂച്ചേഴ്സ് ആണെങ്കിലും അവിടെ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന ബയർക്കും സെല്ലർക്കും, അവിടെ രണ്ടു പേർക്കും എന്ത് കിട്ടുന്നുണ്ട്, ആ ഒരു റൈറ്റും ഒബ്ലിഗേഷനും ഒരുമിച്ച് കിട്ടുന്നുണ്ട്. അതേസമയം ഓപ്ഷനിൽ അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല. ഓപ്ഷനിൽ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നൊരു സംഭവം ബയർക്കില്ല, പക്ഷെ അതുള്ളത് ആർക്ക് മാത്രമാണ്, സെല്ലർക്ക് മാത്രമാണ്. അപ്പോൾ അത് റൈറ്റിനെ ഒരാളിലേക്ക് മാത്രവും ബയറിലേക്ക് മാത്രവും, ഒബ്ലിഗേഷനെ വേറൊരാളിലേക്ക് മാത്രവും, അതായത് സെല്ലറിലേക്ക് മാത്രവും ലിമിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റാണ് എന്തെന്ന് പറയുന്നത്, ഓപ്ഷൻ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഫോർവേഡുകളെ സംബന്ധിച്ചിടത്തോളം ഫോർവേഡുകൾ ഒട്ടും തന്നെ സ്റ്റാൻഡർഡൈസ്ഡ് അല്ലായിരുന്നു, അല്ലേ. സ്റ്റാൻഡർഡൈസ്ഡ് ആയിരുന്നില്ല. കാരണം അതിൻ്റേതായിട്ടുള്ള കുറേ ലിമിറ്റേഷൻസ് ഉള്ളത്, പ്രത്യേകിച്ചും അത് പ്രൈവറ്റ്ലി നെഗോഷിയേറ്റഡ് ആയതുകൊണ്ട് തന്നെ പ്രൈവറ്റ് പാർട്ടീസിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് അതിൽ പല കാര്യങ്ങളും, അതിൻ്റെ ക്വാണ്ടിറ്റി ആയാലും ക്വാളിറ്റി ആയാലും അതിൻ്റെ സൈസ് ആയാലും ഒക്കെ നിശ്ചയിക്കപ്പെട്ടിരുന്നത്. അതേസമയം ഫ്യൂച്ചേഴ്സ് ആണെങ്കിൽ പക്കാ സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. അവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ തീരുമാനപ്രകാരമാണ്, സെബിയുടെ തീരുമാനപ്രകാരമാണ്, ഗവൺമെൻറ്റിൻ്റെ തീരുമാനപ്രകാരമാണ്. അതേസമയം ഓപ്ഷൻസിനെ സംബന്ധിച്ചിടത്തോളം അത് ഇൻ ബിറ്റ്വീൻ ആണ്. അത് പ്യുവർലി സ്റ്റാൻഡർഡൈസ്ഡ് ആണെന്നും പറയാൻ പറ്റില്ല, പ്യുവർലി കസ്റ്റമൈസ്ഡ് ആണെന്നും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, പറയാനായിട്ട് സാധിക്കില്ല. സോ അപ്പം അങ്ങനെ ഫോർവേഡിൻ്റെയും ഫ്യൂച്ചേഴ്സിൻ്റെയും ഒക്കെ ആ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഒക്കെ മിക്സപ്പ് ആക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഓപ്ഷൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. മാത്രമല്ല ഓപ്ഷൻസിനെ സംബന്ധിച്ചിടത്തോളം അതിന് മാത്രമായിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ തനതായിട്ടുള്ളൊരു സ്വഭാവവിശേഷം എന്ന് പറയുന്നത് വേണമെങ്കിൽ മാത്രം അത് എക്സസൈസ് ചെയ്താൽ മതി എന്നുള്ള ആ ഓപ്ഷൻ തന്നെയാണ്, അല്ലേ. വേണമെങ്കിൽ മാത്രം അതെന്ത് ചെയ്താൽ മതി, നമുക്ക് എക്സസൈസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് എക്സസൈസ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഒരു ഡിഫറൻസ് വരുന്നത് ഇനീഷ്യൽ മാർജിൻ്റെ കേസിൽ. അതിൽ ഇനീഷ്യൽ മാർജിൻ ഇപ്പോൾ ഈ പറഞ്ഞ 3 കോൺട്രാക്റ്റുകളിലും
ഇനീഷ്യൽ മാർജിൻ വരുന്നത് ഫ്യൂച്ചേഴ്സിൽ മാത്രമാണ് അല്ലേ. ഓപ്ഷനിലായാലും ഫോർവേഡിലായാലും നമുക്കത് കാണാനായിട്ട് സാധിക്കില്ല. ഫോർവേഡിൽ തീരെ അതില്ല. ഇനീഷ്യൽ മാർജിൻ എന്നോ മാർജിൻ എമൗണ്ട് എന്നോ അല്ലെങ്കിൽ പ്രീമിയം എമൗണ്ട് എന്നോ പറഞ്ഞിട്ടൊന്നും തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അതേസമയം ഓപ്ഷൻസിൽ അങ്ങനെയല്ല. ഓപ്ഷൻസിൽ ഇനീഷ്യൽ മാർജിൻ എന്നുള്ള പേരിൽ കാണാനായിട്ട് സാധിക്കില്ല എന്നേ ഉള്ളൂ. അതേസമയം അവിടെ എന്തുണ്ട്, പ്രീമിയം എമൗണ്ട് ഉണ്ട് അല്ലേ. കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ബയർ സെല്ലർക്ക് കൊടുക്കേണ്ട ഒരു കോമ്പൻസേറ്ററി വാല്യൂ ഉണ്ട്. ആ വാല്യൂവിനെ നമ്മൾ ഓപ്ഷൻ പ്രീമിയം എന്നുള്ള പേരിട്ട് നമ്മൾ വിളിച്ചിരുന്നു. അപ്പോൾ ഓപ്ഷൻ പ്രീമിയം ആണ് അവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ അതിൽ പാർട്ടീസിൽ വ്യത്യാസമുണ്ട് അല്ലേ. ഫോർവേഡിലും ഫ്യൂച്ചേഴ്സിലും നമ്മൾ സെല്ലർ ബയർ എന്നുള്ള രണ്ട് പാർട്ടീസിൻ്റെ പേരുകളാണ് പറയുന്നതെങ്കിൽ ഓപ്ഷനിൽ അങ്ങനെയല്ല യൂസ് ചെയ്യുന്നത്. ഓപ്ഷനിൽ ബയർ സെല്ലറിനേക്കാൾ ഉപരി അവിടെ യൂസ് ചെയ്യുന്നത് ബയർ റൈറ്റർ അല്ലെങ്കിൽ ഇൻവെസ്റ്റർ റൈറ്റർ, ഹോൾഡർ റൈറ്റർ എന്നൊക്കെയുള്ള വാക്കുകളാണ് കൂടുതലും എവിടെ യൂസ് ചെയ്യുന്നത്, ഓപ്ഷൻസിൽ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ അതിനെ വേർതിരിച്ചറിയാൻ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് തന്നെയാണ് അങ്ങനെ എന്ത് ചെയ്യുന്നത്, ചെയ്യണത്. ഓക്കെ, അപ്പം ഇങ്ങനെ കുറച്ച് അധികം ഡിഫറൻസുകൾ ഫോർവേഡുകളും ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും തമ്മിലുണ്ട് എന്നുള്ളത്. അതാണ് ഞാൻ ഇപ്പോൾ അത് 2 ബോക്സുകളിലാക്കിയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. സംടൈംസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം വരാം, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സ് ഓർ വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഓപ്ഷൻസ് ആൻഡ് ഫോർവേഡ്സ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് എഴുതാൻ സാധിക്കണം. ആൻഡ് പിന്നീട് അവിടെ കൊടുത്തിട്ടുള്ളത് പൊസിഷൻസ് ഇൻ ദ ഓപ്ഷൻ കോൺട്രാക്റ്റ് ആണ്. പൊസിഷൻസ്, ഏതൊക്കെ പൊസിഷൻസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതിൽ തന്നെ ഓപ്ഷൻസിൽ തന്നെ നമ്മൾ 2 തരം ഓപ്ഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. കോൾ ഓപ്ഷനെ കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതോടൊപ്പം തന്നെ പുട്ട് ഓപ്ഷനെ കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ കോൾ ഓപ്ഷൻ ആണെങ്കിൽ നമുക്കവിടെ 2 പൊസിഷനാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഒന്ന് ലോങ് പൊസിഷൻ ആൻഡ് 2 ഷോർട്ട് പൊസിഷൻ. ഓക്കെ, ഇതാണ് 2 പൊസിഷൻസ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഇതിപ്പോൾ ഏത് കോൺട്രാക്റ്റ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, ഏത് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് തന്നെയാണെങ്കിലും അങ്ങനെയാണ്. ദാറ്റ് ഈസ് കോൾ ഓപ്ഷനിൽ ലോങ് പൊസിഷൻ എടുക്കാം, കോൾ ഓപ്ഷനിൽ തന്നെ നമുക്ക് ഷോർട്ട് പൊസിഷൻ എടുക്കാം. അതായത് കോൾ ഓപ്ഷനിൽ ലോങ് പൊസിഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം we are taking the right or we are buying the right to buy the underlying asset. അണ്ടർലൈങ് അസറ്റ് വാങ്ങാനുള്ള റൈറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, വാങ്ങുകയാണ്. അതാണ് ലോങ് പൊസിഷൻ എടുക്കുക എന്ന് പറയുന്നതിലൂടെ എന്ത് ചെയ്യുന്നത്, അർത്ഥാക്കുന്നത്. അതേസമയം ഈ കോൾ ഓപ്ഷനിൽ തന്നെ ഷോർട്ട് പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദ പാർട്ടി ഈസ് ടേക്കിംഗ് ദ ഒബ്ലിഗേഷൻ ടു സെൽ the underlying asset when the option is exercised by the person who have taken the long position. ആരാണോ ലോങ് പൊസിഷൻ എടുത്തിരിക്കുന്ന വ്യക്തി, ആ ലോങ് പൊസിഷൻ എടുത്തിരിക്കുന്ന വ്യക്തി എപ്പോഴാണോ ഓപ്ഷൻ എക്സസൈസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അസറ്റുകൾ വാങ്ങാം എന്നുള്ള ആ ഓപ്ഷൻ എന്നാണോ ഈ ലോങ് പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തി എക്സസൈസ് ചെയ്യുന്നത്, അപ്പോൾ അത്രയും അസറ്റ് വിൽക്കാൻ ഉള്ള ഒബ്ലിഗേഷനാണ് ഷോർട്ട് പൊസിഷനിലിരിക്കുന്ന വ്യക്തി എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ലോങ് പൊസിഷൻ ഇൻ കോൾ ഓപ്ഷൻ ആൻഡ് ലോങ് പൊസിഷൻ ഇൻ ഷോർട്ട് പൊസിഷൻ ഇൻ കോൾ ഓപ്ഷൻ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം, അതിൽ നോക്കിയാൽ ലോങ് പൊസിഷൻ ഇൻ എ കോൾ ഓപ്ഷൻ, a person who buys a call option is said to have called the long position in call option, and he purchases the right and not the obligation to buy underlying asset at the stated exercise price. Long position എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, he is buying the option and with that he is taking or he is buying the right to buy such and such financial asset from the other party, only the right and not the obligation. And likewise there is
Short position in call option. Short position in call option. A person who sells a call option is said to have a short position in a call option. He can short sell the underlying asset. Short sell. And what do you mean by short selling? This is a term we have studied in the previous chapter. Short selling. Short selling എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ selling the asset without actually owning the asset. That is short selling. ആക്ച്വലി അത് ഓൺ ചെയ്യാതെ, അതായത് അസറ്റ് ഓൺ ചെയ്യാതെ തന്നെ അത് സെല്ല് ചെയ്യുക, അതിനെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് സെല്ലിംഗ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഡൺ ബൈ ബോറോയിങ് ദ അസറ്റ് ഫ്രം വേരിയസ് റെക്കഗ്നൈസ്ഡ് പാർട്ടീസ്. സോ ദാറ്റ്സ് ഒരു വലിയൊരു പ്രോസസ്സാണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഫ്യൂച്ചേഴ്സിൻ്റെ സ്ട്രാറ്റജീസ് പഠിച്ചപ്പോൾ നമ്മളതിൽ പഠിച്ചൊരു സ്ട്രാറ്റജിയാണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഷോർട്ട് സെല്ലിങ്ങിലൂടെ നമുക്ക് എന്ത്, ഷോർട്ട് സെല്ലിംഗ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്നത്, അതുകൊണ്ടാണ് ആ വാക്ക് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കോൾ ഓപ്ഷനിൽ ഷോർട്ട് പൊസിഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യണേ? വി ആർ ടേക്കിംഗ് ദ ഒബ്ലിഗേഷൻ. നമുക്ക് ഒബ്ലിഗേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തിനുള്ള ഒബ്ലിഗേഷനാണ്? ലോങ് പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തി അതെന്നാണോ അയാളുടെ ആ റൈറ്റ് എക്സസൈസ് ചെയ്യുന്നത് അന്ന് അത്രയും ഷെയർ അല്ലെങ്കിൽ അത്രയും അസറ്റ് വിറ്റുകൊള്ളാം. ആർക്ക് വിറ്റുകൊള്ളാം? ലോങ് പൊസിഷനിലിരിക്കുന്ന ആൾക്ക് വിറ്റുകൊള്ളാം എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഒബ്ലിഗേഷൻ എടുക്കുന്ന വ്യക്തിയുടെ പൊസിഷന് വിളിക്കുന്ന പേരാണെന്ത്? ഷോർട്ട് പൊസിഷൻ. എവിടെ? കോൾ ഓപ്ഷനിൽ. ഷോർട്ട് പൊസിഷൻ ഇൻ കോൾ ഓപ്ഷൻ. അപ്പോൾ ഇങ്ങനെ രണ്ട് പൊസിഷനുകളാണ് എവിടെ എടുക്കാൻ സാധിക്കുക? കോൾ ഓപ്ഷനിൽ എടുക്കാൻ സാധിക്കുക. കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തിനുള്ള റൈറ്റാണെന്നാണ് നമ്മൾ പറഞ്ഞത്? വാങ്ങാനുള്ള റൈറ്റ്. വാങ്ങാനുള്ള കോൾ ഓപ്ഷൻ വാങ്ങുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കിട്ടുന്നത് എന്തിനുള്ള റൈറ്റാണ്? വാങ്ങാനുള്ള റൈറ്റാണ് കിട്ടുന്നത്. അതേസമയം മറ്റേ പാർട്ടിക്ക് എന്തിനുള്ള ഒബ്ലിഗേഷനാണ്? വിൽക്കാനുള്ള ഒബ്ലിഗേഷനാണ് എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. അല്ലേ? അതായത് ഇപ്പോൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ ബൈസ് എ കോൾ ഓപ്ഷൻ. എ ബൈസ് എ കോൾ ഓപ്ഷൻ to buy 100 shares of rupees 100 each from B. A buys a call option to buy 100 shares of rupees 100 each from B എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ആർക്കാണ് ലോങ് പൊസിഷൻ? ഇവിടെ കോൾ ഓപ്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? കോൾ ഓപ്ഷനാണ്. ആർക്കാണ് ലോങ് പൊസിഷൻ ഉള്ളത്? എക്കാണ് ലോങ് പൊസിഷൻ ഉള്ളത്. ആർക്കാണ് ഷോർട്ട് പൊസിഷൻ ഉള്ളത്? ബിക്കാണ് ഷോർട്ട് പൊസിഷൻ ഉള്ളത് അല്ലേ? എക്ക് എന്താണ് കിട്ടുന്നത്? റൈറ്റാണ് കിട്ടുന്നത്. എന്തിനുള്ള റൈറ്റാണ് കിട്ടുന്നത്? ടു ബൈ 100 shares ഓഫ് rupees 100 each. എന്തിനുള്ള റൈറ്റാ? 100 ഷെയർ 100 രൂപയ്ക്ക് വാങ്ങാനുള്ള റൈറ്റാണ് ആർക്കുള്ളത്? എക്കുള്ളത്. എക്ക് എന്തില്ല? ഒബ്ലിഗേഷൻ ഇല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? എ ഒരിക്കലും എന്ത് ചെയ്യേണ്ട കാര്യമില്ല. എക്ക് നിർബന്ധപൂർവം 100 ഷെയർ 100 രൂപയ്ക്ക് വാങ്ങേണ്ട ഒരവസ്ഥയും വരില്ല. വേണമെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? വാങ്ങിച്ചാൽ മതി. ഇനി ഇവിടെ ഷോർട്ട് പൊസിഷൻ ഉള്ളത് ആർക്കാണ്? ബിക്കാണ്. ഷോർട്ട് പൊസിഷൻ ആർക്കാ? ബിക്കാണ്. ഇനി ആ ഷോർട്ട് പൊസിഷനിലിരിക്കുന്ന ബിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് റൈറ്റ് ഉണ്ടോ? ഇല്ല. അയാൾക്ക് എന്ത് മാത്രമേ ഉള്ളൂ? ഒബ്ലിഗേഷൻ മാത്രമേ ഉള്ളൂ. എന്താണ് അയാളുടെ ഒബ്ലിഗേഷൻ? ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് എന്നാണോ എ എന്ന് പറയുന്ന ലോങ് പൊസിഷനിലിരിക്കുന്ന വ്യക്തി ഈ ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു റൈറ്റ് എക്സസൈസ് ചെയ്യുന്നത് അന്ന്, അതായത് 100 ഷെയർ 100 രൂപയ്ക്ക് വാങ്ങാം എന്നുള്ള റൈറ്റ്, ആ റൈറ്റ് എന്നാണോ അയാൾ എക്സസൈസ് ചെയ്യുന്നത് അന്ന് ബി ഹാസ് ദ ഒബ്ലിഗേഷൻ ടു സെൽ 100 shares of rupees 100 to A. ആർക്ക് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്? ബി എക്ക് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അവിടെ ബാധ്യത മാത്രമേ ഉള്ളൂ. ഇനി ഈ ഒരു കോൺട്രാക്റ്റിന്
ദേ വിൽ ഫിക്സ് എന്ത് ഫിക്സ് ചെയ്യും? ഒരു പ്രീമിയം ഫിക്സ് ചെയ്യും. ആ പ്രീമിയത്തിൻ്റെ പേരാണ് എന്ത്? ഓപ്ഷൻ പ്രീമിയം അല്ലേ? ഈ ഒരു കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യുന്നതിന് എയും ബിയും കൂടിയിട്ടൊരു പ്രീമിയം ഫിക്സ് ചെയ്യും. ആ പ്രീമിയത്തിന് വിളിക്കുന്ന പേരാണ് ഓപ്ഷൻ പ്രീമിയം. ഓക്കെ, ഇനി ആർക്കാണ് ഈ ഓപ്ഷൻ പ്രീമിയം കൊടുക്കുന്നത്? ഓപ്ഷൻ പ്രീമിയം കൊടുക്കുന്നത് ബി എക്കാണോ എ ബിക്കാണോ? എ ബിക്കാണ്. റൈറ്റുള്ള വ്യക്തി, ഒബ്ലിഗേഷൻ മാത്രമുള്ള വ്യക്തിക്കാണ് എന്ത് കൊടുക്കുക? പ്രീമിയം കൊടുക്കുക. ഇവിടെ റൈറ്റ് ഉള്ളത് ആർക്കാണ്? എക്കാണ്. എ ആണ് ആർക്ക് കൊടുക്കുന്നത്? ബിക്ക് കൊടുക്കുന്നത്. എന്താണ് അതിൻ്റെ ഉദ്ദേശം? കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നമുക്കറിയാം, ബിക്കുള്ളത് ഒബ്ലിഗേഷൻ മാത്രമാണ്. അറ്റ് എനി ടൈം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അഥവാ എ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ, എ ഈ ഒരു കോൺട്രാക്റ്റിനെ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ബിക്ക് ഉണ്ടാവുക നഷ്ടം മാത്രമായിരിക്കും. ഒരിക്കലും അയാൾക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കില്ല. ആ ഒരു നഷ്ടത്തിനെ ചെറുതായി ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് എന്ത് കൊടുക്കുന്നത്? ഈ ഒരു പ്രീമിയം എമൗണ്ട് ആര് കൊടുക്കുന്നത്? എ ബിക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ലോങ് പൊസിഷനിലിരിക്കുന്ന ആൾ ഷോർട്ട് പൊസിഷനിലിരിക്കുന്ന വ്യക്തിക്ക് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ കോൾ ഓപ്ഷനിലെ തന്നെ 2 പൊസിഷനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ഏതൊക്കെയായിരുന്നു പൊസിഷൻ? ലോങ് പൊസിഷനും ഷോർട്ട് പൊസിഷനും. ആ ലോങ് പൊസിഷനും ഷോർട്ട് പൊസിഷനും എന്താണെന്നുള്ളതാണ്. ലോങ് പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലഭിക്കുന്നത് റൈറ്റാണ്. എന്തിനുള്ള റൈറ്റാണ്? വാങ്ങാനുള്ള റൈറ്റാണ് അയാൾക്കുള്ളത്. അതേസമയം ഷോർട്ട് പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിക്ക് എന്തിനുള്ള റൈറ്റാണുള്ളത്? വിൽക്കാനുള്ള റൈറ്റാണുള്ളത്. ഇനി നമുക്ക് കാണേണ്ടത് നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷനെ കുറിച്ചിട്ടാണ്. ആ ഓപ്ഷൻ്റെ പേരെന്താണ്? കോൾ ഓപ്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ കണ്ടത്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ്റെ പേര് ഇറ്റ് ഈസ് കോൾഡ് ആസ് പുട്ട് ഓപ്ഷൻ. ഇനി പുട്ട് ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളവും അവിടെയും 2 പൊസിഷനുകളാണുള്ളത്. ഏതൊക്കെയാണ്? ലോങ് പൊസിഷൻ ആൻഡ് ഷോർട്ട് പൊസിഷൻ. ഏതൊക്കെയാണ്? ലോങ് പൊസിഷനും ഷോർട്ട് പൊസിഷനും. പക്ഷേ അവിടെ ഒരു ചെറിയൊരു വ്യത്യാസമുള്ളത്, പുട്ട് ഓപ്ഷനിലെ ലോങ് പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കോൾ ഓപ്ഷനിലെ ലോങ് പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയുടെ നേരെ ഓപ്പോസിറ്റ് റൈറ്റാണ് അയാൾക്കുള്ളത്. കോൾ ഓപ്ഷനിൽ ഇരിക്കുന്ന വ്യക്തിയെ കോൾ ഓപ്ഷനിലുള്ള ലോങ് പൊസിഷനിലിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തിനുള്ള റൈറ്റാണെന്നാണ് പറഞ്ഞത്? ഷെയർ അല്ലെങ്കിൽ അസറ്റ് വാങ്ങാനുള്ള റൈറ്റാണ്. അങ്ങനെയാണെങ്കിൽ പുട്ട് ഓപ്ഷനിലുള്ള ലോങ് പൊസിഷനിലിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുള്ളത് ഷെയർ അല്ലെങ്കിൽ അസറ്റ് വിൽക്കാനുള്ള റൈറ്റാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ എഴുതിയിരിക്കുന്ന എക്സാമ്പിളിനെ ജസ്റ്റ് ഞാനൊന്ന് മാറ്റാൻ പോവാണ്. എ ബൈസ്, ഇതൊന്നും വ്യത്യാസമില്ല. ഇവിടെ ഞാൻ കോൾ എന്നുള്ളത് മാറ്റി എന്താക്കി മാറ്റി? പുട്ടാക്കി മാറ്റി. എ ബൈസ് എ പുട്ട് ഓപ്ഷൻ ടു, ഇനി ഇവിടെ ബൈ പറ്റുമോ? പറ്റില്ല. ടു സെൽ 100 shares of ₹100 each. ഇവിടെ ഫ്രം എന്നുള്ളത് മാറ്റണം. എന്താക്കണം? ടു ബി. എക്സാമ്പിൾ ഞാൻ മാറ്റി. എ ബൈസ് എ പുട്ട് ഓപ്ഷൻ. ബൈസിന് വ്യത്യാസമൊന്നുമില്ല. ഇവിടെ സെൽസ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇൻവെസ്റ്റർ എപ്പോഴും ഓപ്ഷൻ ബൈ ചെയ്യാം. ഓക്കെ, സോ എ ബൈസ് എ പുട്ട് ഓപ്ഷൻ to sell 100 shares of ₹100 each to B. ഓക്കെ, ഇനി ഇവിടെ ആരാണ് ലോങ് പൊസിഷനിലിരിക്കുന്ന വ്യക്തി? ഇവിടെ ലോങ് പൊസിഷനിലിരിക്കുന്നത് എ ആണ്. സെയിം എ തന്നെയാണ് ഇവിടെ ലോങ് പൊസിഷനിലിരിക്കുന്നത്. ബി ഏത് പൊസിഷനിലിരിക്കുന്നത്?
ഷോർട്ട് പൊസിഷനിലാണ് ബി ഇരിക്കുന്നത്. ഇനി എയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അയാൾക്ക് കിട്ടിയിരിക്കുന്നത് ആ ഓപ്ഷൻ ബൈ ചെയ്യുന്നതിലൂടെ അയാൾക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? റൈറ്റാണ്. അയാൾക്ക് എന്തില്ല? ഒബ്ലിഗേഷൻ ഇല്ല. എന്തിനുള്ള റൈറ്റാണ് അയാൾക്ക് കിട്ടിയിരിക്കുന്നത്? അയാളുടെ റൈറ്റ് എന്ന് പറയുന്നത് ടു സെൽ ബൈ അല്ല, എന്താണ്? സെല്ലാണ്. പുട്ട് ഓപ്ഷൻ്റെ പ്രത്യേകത അസറ്റുകൾ സെല്ല് ചെയ്യാനുള്ള റൈറ്റാണ് ആർക്ക് ലഭിക്കുന്നത്? ബയർക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഇൻവെസ്റ്റർക്ക് ലഭിക്കുന്നത്. ഓക്കെ, സോ ടു സെൽ 100 shares ഓഫ് ₹100 ഈച്ച്. 100 ഷെയർ 100 രൂപയ്ക്ക് വിൽക്കാനുള്ള ഓപ്ഷനാണ് ആര് വാങ്ങിയിരിക്കുന്നത്? എ വാങ്ങിയിരിക്കുന്നത്. സോ ഹീ ഈസ് ഇൻ എ ലോങ് പൊസിഷൻ ആൻഡ് ഹി ഹാസ് ദ റൈറ്റ് ടു സെൽ 100 shares for ₹100. ഓക്കെ, ദെൻ ഇനി ഇവിടെ ഷോർട്ട് പൊസിഷനിലിരിക്കുന്ന വ്യക്തി ആരാണ്? ഷോർട്ട് പൊസിഷനിലിരിക്കുന്നത് ബി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇനി എന്തിനുള്ള റൈറ്റ്? ഇയാൾക്ക് റൈറ്റ് ഉണ്ടോ? ഇല്ല. ഷോർട്ട് പൊസിഷനിലിരിക്കുന്ന ആൾക്ക് റൈറ്റ് ഇല്ല എന്ന് നമ്മൾ കണ്ടു. ഇയാൾക്ക് എന്ത് മാത്രമേ ഉള്ളൂ? ഒബ്ലിഗേഷൻ മാത്രമേ ഉള്ളൂ. ഇനി എന്തിനുള്ള ഒബ്ലിഗേഷനാണ് ആ വ്യക്തിക്കുള്ളത്? എന്തിനുള്ള ഒബ്ലിഗേഷനാണ് ആ വ്യക്തിക്കുള്ളത്? ഈ വ്യക്തിക്ക് എന്നാണോ ലോങ് പൊസിഷനിലിരിക്കുന്ന എ 100 shares 100 രൂപയ്ക്ക് വിൽക്കുന്നത്, ആ വിൽക്കുന്ന ഷെയർ വാങ്ങാനുള്ള ഒബ്ലിഗേഷനാണ് ആർക്കുള്ളത്? ബിക്കുള്ളത്. എ 100 ഷെയർ 100 രൂപയ്ക്ക് വിൽക്കുന്ന സമയത്ത് ബി എന്ത് ചെയ്തിരിക്കണം? അത് വാങ്ങിച്ചിരിക്കണം. എന്നാണോ എ അത് ആ ഒരു കോൺട്രാക്ട് എക്സസൈസ് ചെയ്യുന്നത്, ബി എന്ത് ചെയ്തിരിക്കണം? അത്രയും എമൗണ്ട് എന്ത് ചെയ്തിരിക്കണം? വാങ്ങിച്ചിരിക്കണം. സോ ദാറ്റ്സ് ദ put option, that is long position and short position in the put option. Okay, so that's the difference between call option and put option. And in these two options there are two positions. They are long position and put position, and not put position, short position. And in your textbook in page number 97, അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ഓപ്ഷൻ ഏതാണ്? ബയർ ആരാണ്, സെല്ലർ ആരാണ്? ബയർക്ക് കിട്ടുന്നത് എന്താണ്, സെല്ലർക്ക് കിട്ടുന്നത് എന്താണ്? അത് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓപ്ഷൻ കോൾ ഓപ്ഷൻ ആണെങ്കിൽ ബയർക്ക് റൈറ്റ് ടു ബൈ, സെല്ലർക്ക് ഒബ്ലിഗേഷൻ ടു സെൽ. അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ ബയർക്ക് റൈറ്റ് ടു സെൽ, സെല്ലർക്ക് ഒബ്ലിഗേഷൻ ടു ബൈ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ 2 ലൈനായിട്ട് അവിടെ പറയുന്നുണ്ട്. പക്ഷെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് അതിൻ്റെ എസെൻസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇത്രയും നേരം വിശദീകരിച്ച കാര്യം, അതിൻ്റെ ഏറ്റവും എസെൻസ് മാത്രം അവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? എടുത്ത് എഴുതിയിരിക്കുന്നതാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തത്? കണ്ടത്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് പോകാം. മെയിൻ ടോപ്പിക്കിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ദാറ്റ് ഈസ് റിസ്ക് ആൻഡ് റിട്ടേൺ പ്രൊഫൈൽ ഓഫ് ഓപ്ഷൻ കോൺട്രാക്റ്റ്. ഓപ്ഷൻ കോൺട്രാക്റ്റിൻ്റെ റിസ്ക് ആൻഡ് റിട്ടേൺ പ്രൊഫൈലിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാണുന്നത്. അതിൽ വീണ്ടും നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന സമയത്ത് പൊസിഷൻസ് ചർച്ച ചെയ്തതുപോലെ തന്നെ വീണ്ടും നമുക്ക് കോൾ ഓപ്ഷനെ കുറിച്ചും പുട്ട് ഓപ്ഷനെ കുറിച്ചും തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യാനുള്ളത്? ചർച്ച ചെയ്യാനുള്ളത്. അതായത് കോൾ ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ അതിൻ്റെ ബയർക്ക് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ലോങ് പൊസിഷനിലിരിക്കുന്ന ബയറെ സംബന്ധിച്ചിടത്തോളം അവിടെ അയാൾക്ക് നഷ്ടപ്പെടാനുള്ളത് മാക്സിമം എന്ന് പറയുന്നത് അയാൾ കൊടുക്കുന്ന പ്രീമിയം എമൗണ്ടാണ് അല്ലേ? അതായത് കോൾ ഓപ്ഷനിലിരിക്കുന്ന, ഇപ്പം നമ്മൾ നേരത്തെ എക്സാമ്പിൾ നമ്മൾ കണ്ടു അല്ലേ? അതായത് ഇതിപ്പോൾ പുട്ട് ഓപ്ഷനാണ്, ഇതാണ് നമ്മൾ എഴുതിയിരിക്കണത്. നമുക്ക് വീണ്ടും വേണമെങ്കിൽ അതൊന്ന് മാറ്റി നോക്കാം. ഒരു കോൾ ഓപ്ഷൻ വാങ്ങി എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എഴുതാം. കോൾ ഓപ്ഷൻ ടു ബൈ അല്ലേ? ഫ്രം ബി.
ഇത് വീണ്ടും കോൾ ഓപ്ഷൻ്റെ എക്സാമ്പിളായിട്ട് മാറിക്കഴിഞ്ഞു. ഇനി ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, എയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു റൈറ്റ് അയാൾ എക്സസൈസ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും ഈ റൈറ്റ് അയാൾ എക്സസൈസ് ചെയ്യുക? നമുക്കറിയാം ഇതൊരു ഓപ്ഷനാണ്. എക്ക് കിട്ടിയിരിക്കുന്ന റൈറ്റ്, അതായത് ടു ബൈ 100 ഷെയർസ് ഓഫ് ₹100 ഈച്ച് എന്നുള്ള ആ ഒരു റൈറ്റ് അയാൾ എപ്പോഴായിരിക്കും എക്സസൈസ് ചെയ്യാൻ പോകുന്നത്? എപ്പോഴാണോ ഷെയറിൻ്റെ പ്രൈസ് പെർ ഷെയർ 100-നേക്കാളും മുകളിലേക്ക് പോകുന്നത്. എപ്പോഴാണോ 100-നേക്കാളും മുകളിലേക്ക് പോകുന്നത് അപ്പോൾ മാത്രമായിരിക്കും എ എന്ന് പറയുന്ന വ്യക്തി ആ റൈറ്റിനെ എക്സസൈസ് ചെയ്യുള്ളൂ. അതായത് 100 രൂപയ്ക്ക് മുകളിൽ 101 രൂപ മുതൽ 101 ആയാലും 102 ആയാലും 103 ആയാലും 104 ആയാലും ഇവിടെ ഇരിക്കുന്ന എ എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടുന്നത് എന്ത് തന്നെയാണ്? ലാഭം തന്നെയാണ്. ഓക്കെ, എപ്പോഴാണ് അത് എക്സസൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഹി ക്യാൻ ഡിസൈഡ്. എക്ക് തീരുമാനിക്കുക എപ്പോഴാണെന്നുള്ളത്. എപ്പോഴാണോ ആ ഹയ്യസ്റ്റ്, നമ്മൾ ടൈം വാല്യൂവിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, എപ്പോഴാണോ ആ ഒരു ഹയ്യസ്റ്റ് റിട്ടേൺ കിട്ടുന്നത്, ആ ഹയ്യസ്റ്റ് റിട്ടേൺ കിട്ടുന്ന സമയത്ത് അയാൾക്ക് ആ ഓപ്ഷൻ എന്ത് ചെയ്യാവുന്നതാണ്? എക്സസൈസ് ചെയ്യാവുന്നതാണ്. പക്ഷേ എന്നാൽ ഈ എ അത് എക്സസൈസ് ചെയ്താലും ബി പാവം അല്ലേ, ബിക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ. ബി അത് എന്ത് ചെയ്യേണ്ടി വരും? അത് മീറ്റ് ചെയ്യേണ്ടി വരും. ആ ഒബ്ലിഗേഷൻ ബി മീറ്റ് ചെയ്യേണ്ടി വരും. അതായത് അതാണ് ഞാൻ വീണ്ടും നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവാണ്. എയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുണ്ടാകാൻ സാധ്യതയുള്ള മാക്സിമം ലിമിറ്റഡ് ലോസ്, ലിമിറ്റഡ് എന്നുള്ള വാക്ക് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ലിമിറ്റഡ് ലോസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ ഓപ്ഷൻ പ്രീമിയമായിട്ട് തീരുമാനിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇവിടെ ഓപ്ഷൻ പ്രീമിയമായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് 200 രൂപയാണെന്ന് സങ്കല്പിക്കുക. നമ്മുടെ ഓപ്ഷൻ പ്രീമിയം 200 രൂപയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എയെ സംബന്ധിച്ചിടത്തോളം മാക്സിമം നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുള്ള ലോസ് എന്ന് പറയുന്നത് വെറും 200 രൂപ മാത്രമാണ്. അതേസമയം ഹി ക്യാൻ മേക്ക് അൺലിമിറ്റഡ് പ്രോഫിറ്റ്. അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അൺലിമിറ്റഡ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും വെൻ എവർ ദ പ്രൈസ് ഓഫ് ഷെയർ ഇൻക്രീസസ് ബിയോണ്ട് 100 rupees. ഈ 100 rupeesനേക്കാളിലും മുകളിൽ എന്നൊക്കെ ഷെയറിൻ്റെ പ്രൈസ് പോകുന്നുണ്ടോ അന്നൊക്കെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇയാൾക്ക് ലാഭമാണ് അല്ലേ. അപ്പം ലിമിറ്റഡ് ആയിട്ടുള്ള നഷ്ടവും അൺലിമിറ്റഡ് ആയിട്ടുള്ള ലാഭവും ആണ് ലോങ് പൊസിഷനിലിരിക്കുന്ന, കോൾ ഓപ്ഷൻ്റെ ലോങ് പൊസിഷനിലിരിക്കുന്ന അല്ലെങ്കിൽ ബയർ എന്ന് പറയുന്ന പൊസിഷനിലിരിക്കുന്ന വ്യക്തിയുടെ ആ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത്, റിസ്ക് റിട്ടേൺ പ്രൊഫൈൽ എന്ന് പറയുന്നത്. അയാളുടെ റിസ്ക് എന്ന് പറയുന്നത് മാക്സിമം 200 രൂപയാണ്. അതിനപ്പുറത്തേക്ക് അയാൾക്ക് റിസ്ക് ഇല്ല. കാരണം ഈവൺ ഏതെങ്കിലും കാരണവശാൽ ഇഫ് ദ പ്രൈസ് ഡിക്രീസസ് below 100 rupees, then he will not exercise this option. എന്ത് ചെയ്യില്ല? ഈ ഒരു ഓപ്ഷൻ എക്സസൈസ് ചെയ്യുന്നില്ല. പിന്നെന്താ കുഴപ്പം? എക്സസൈസ് ചെയ്താലല്ലേ അയാൾക്ക് നഷ്ടം ഉണ്ടാവേണ്ട കാര്യമുള്ളൂ. 100 രൂപയേക്കാൾ താഴെ ഇതിൻ്റെ പ്രൈസ് എന്തെങ്കിലും പോവുകയാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പോകുന്നില്ല, ആ ഒരു ഓപ്ഷൻ എക്സസൈസ് ചെയ്യാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും അവിടെ ഇല്ല. അതേസമയം നിങ്ങൾ മറ്റേ പാർട്ടിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. മറ്റേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബി എന്ന് പറയുന്ന ഒബ്ലിഗേഷൻ മാത്രമുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നേരെ ഓപ്പോസിറ്റാണ് അയാളുടെ പൊസിഷൻ. നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ he will have only a limited profit. അയാൾക്കൊരു ലിമിറ്റഡ് പ്രോഫിറ്റേ ഉള്ളൂ. അതെന്താണ് ആ ലിമിറ്റഡ് പ്രോഫിറ്റ്?
ലിമിറ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു ഓപ്ഷൻ പ്രീമിയമാണ്. പ്രീമിയം എന്തുതന്നെയായാലും അയാൾക്ക് ലാഭം തന്നെയാണ്, സംശയമില്ല അല്ലേ. അതേസമയം അയാളെ കാത്തിരിക്കുന്നത് വേറൊരു ദുരന്തമാണ്. എന്ത് ദുരന്തമാണ്? ബിയെ സംബന്ധിച്ചിടത്തോളം അഥവാ എ ഇത് എക്സസൈസ് ചെയ്താൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് അൺലിമിറ്റഡ് ആയിട്ടുള്ള ലോസ് ആണ്. അൺലിമിറ്റഡ് ആയിട്ടുള്ള ലോസ് ആണ്. 100 രൂപയേക്കാൾ കൂടുതലായാലാണ് എ റൈറ്റ് എക്സസൈസ് ചെയ്യുന്നത് അല്ലേ. അതായത് ഇതിൻ്റെ പ്രൈസ് അല്ലേ 100 രൂപയേക്കാൾ കൂടുതൽ പോയി കഴിഞ്ഞാൽ ഓപ്പൺ മാർക്കറ്റിൽ 100 രൂപയേക്കാൾ കൂടുതലുള്ള ഒരു സാധനത്തിന് ഈ വ്യക്തി 100 രൂപയ്ക്ക് മാത്രം ഇയാൾക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ലോസ് ഉണ്ടാക്കുന്ന അവസ്ഥയാണ്. ഓപ്പൺ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റിരുന്നെങ്കിൽ ഇയാൾക്ക് 150 160 കിട്ടേണ്ടതാണ്. അതാണ് എ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇവിടെ 100 രൂപയ്ക്ക് മാത്രമേ ഇയാൾ കൊടുക്കുന്നത്. നഷ്ടമല്ലേ? നഷ്ടമാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എക്സസൈസ് ചെയ്താൽ ബിക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത് അൺലിമിറ്റഡ് ആയിട്ടുള്ള നഷ്ടമാണ്. അപ്പോൾ എന്താ സംഭവിക്കുക ഒന്നുകൂടെ നമുക്ക് പറയാം. കോൾ ഓപ്ഷൻ്റെ ബയറെ സംബന്ധിച്ചിടത്തോളം ബയർക്കുണ്ടാകുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള ലോസും അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റുമാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പൊട്ടൻഷ്യലി നമുക്ക് പറയാൻ പറ്റുള്ളൂ, സാധ്യത. ആ ഒരു സാധ്യതയെ മാത്രമേ നമുക്കിവിടെ വിലയിരുത്താനായിട്ട് സാധിക്കുള്ളൂ. പൊട്ടൻഷ്യലി അല്ല, നമുക്ക് പറയാൻ പറ്റില്ല ഇത് കൃത്യമായിട്ട് ഇത് ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ എന്നൊന്നും പറയാം. നമ്മുടെ ഒരു അസംഷൻ, ആ അസംഷൻ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഒരു കോൾ ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്തത്, വാങ്ങിയത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ കോൾ ഓപ്ഷനിലിരിക്കുന്ന ബയറെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുണ്ടാകുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള ലോസും അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റുമാണ്. അതേസമയം കോൾ ഓപ്ഷനിലിരിക്കുന്ന റൈറ്ററെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സെല്ലറെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുണ്ടാകുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റും അൺലിമിറ്റഡ് ആയിട്ടുള്ള ലോസുമാണ്. ഇനി ഇത് തന്നെയാണ് പുട്ട് ഓപ്ഷൻ്റെയും സ്ഥിതി. പുട്ട് ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം പുട്ട് ഓപ്ഷൻ്റെ ബയർക്കുണ്ടാവുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള ലോസും അൺലിമിറ്റഡ് ആയിട്ടുള്ള ലാഭവുമാണ്. അതേസമയം പുട്ട് ഓപ്ഷൻ്റെ സെല്ലറെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുണ്ടാവുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റും അൺലിമിറ്റഡ് ആയിട്ടുള്ള ലോസുമായിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദ റിസ്ക് റിട്ടേൺ പ്രൊഫൈൽ. ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ പോരാ. അവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വിശദമായിട്ട് എക്സാമ്പിളുകൾ തന്നിട്ടുണ്ട്. രണ്ടിൻ്റെയും കേസിൽ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ആ എക്സാമ്പിളിനെ ബേസ് ചെയ്തിട്ട് അവർ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ആ ഡയഗ്രാം നിങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ടതാണ്. ബിക്കോസ് നിങ്ങൾക്കത് ഒന്നാമത്തെ കാര്യം അത് മനസ്സിലാക്കാനായിട്ട് വളരെ നല്ലതാണ് ഡയഗ്രാം പഠിക്കുന്നത്. മാത്രമല്ല അതിനോടനുബന്ധിച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഡയഗ്രത്തിൻ്റെ ബേസിസിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് പഠിക്കണം, ഡയഗ്രാം പഠിക്കണം. ഓക്കെ, അപ്പോൾ റിസ്ക് റിട്ടേൺ പ്രൊഫൈൽ എന്താണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ പ്രൊഫൈലും അതിൻ്റെ എക്സാമ്പിളും വിത്ത് ഡയഗ്രാംസും 4 ഡയഗ്രാമാണ് ഇവിടെ വരുന്നത്. 4 ഡയഗ്രാംസ് അതേതൊക്കെയാണ് വരുന്നത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിലാവുമ്പോൾ അത് വിശദമായിട്ട് നമുക്ക് വരച്ച് പഠിപ്പിച്ച് തരാം. നോക്കി പേജ് നമ്പർ 98-ലും പേജ് നമ്പർ 99-ലുമായി 4 ഡയഗ്രാംസ് അവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ആ 4 ഡയഗ്രാംസും ഒരു എക്സാമ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ആ എക്സാമ്പിൾ വിശദമായിട്ട് വായിച്ച് നോക്കിയാലാണ് ഈ ഡയഗ്രാം എങ്ങനെയാണ് വരച്ചത്, കുറച്ച് എമൗണ്ടുകളൊക്കെ വരുന്നുണ്ട്, എങ്ങനെയാണ് വരച്ചേക്കണേന്ന് മനസ്സിലാവുള്ളൂ. അത് അതിൽ ഫസ്റ്റത്തെ ഡയഗ്രാം എന്ന് പറയുന്നത്, ആ ഫസ്റ്റത്തെ ഡയഗ്രത്തിൻ്റെ നേരെ മിറർ ഇമേജ് ആയിട്ടാണ് സെക്കൻഡ് ഡയഗ്രാം വരുന്നത്. അതായത് കോൾ ഓപ്ഷനിലെ ബയറുടെ പൊസിഷനും കോൾ ഓപ്ഷനിലെ സെല്ലറുടെ പൊസിഷനും കാണിക്കുന്ന റിസ്ക് റിട്ടേൺ പ്രൊഫൈലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്.
ഇനി മൂന്നാമത്തെ ഡയഗ്രവും നാലാമത്തെ ഡയഗ്രവും അതും ഈ പറഞ്ഞ പോലെ മൂന്നാമത്തേതിൻ്റെ മിറർ ഇമേജാണ് നാലാമത്തേത് വരിക. അത് പുട്ട് ഓപ്ഷനിലെ ബയറുടെ റിസ്ക് റിട്ടേൺ പ്രൊഫൈലും സെല്ലറുടെ റിസ്ക് റിട്ടേൺ പ്രൊഫൈലുമാണ് കാണിച്ചിരിക്കുന്നത്. ഇത് മിറർ ഇമേജ് വരാൻ കാരണം വേറെ ഒന്നുമല്ല, നമുക്കറിയാം ബയറുടെ ലാഭം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സെല്ലറുടെ നഷ്ടമാണ് അല്ലേ. ബയറുടെ ലാഭം സെല്ലറുടെ നഷ്ടമാണ്. ബയർ ലാഭം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സെല്ലറുടെ നഷ്ടം ഉണ്ടാക്കുന്നുണ്ടെന്ന് തന്നെയാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഡയഗ്രത്തിൽ കൊടുത്തിരിക്കുന്ന നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും എവിടെ വരിക, സെക്കൻഡ് ഡയഗ്രത്തിൽ എന്ത് ചെയ്യുന്നത് വരുന്നത്. അതുകൊണ്ടാണ് ആ ഇമേജുകൾ, ആ ഒരു ഇമേജ് അങ്ങനെയാണെന്ന് പറയാം കാരണം അതാണ്. നമുക്ക് എന്തിനേലും അടുത്ത ക്ലാസ്സിൽ അതിൽ ആ എക്സാമ്പിളിൻ്റെ ബേസിസിൽ എങ്ങനെയാണ് ഡയഗ്രാംസ് വരുന്നതെന്ന് നമുക്ക് എന്ത് ചെയ്ത് നോക്കാം, വിശദമായിട്ട് കാണാം. ഓക്കെ, അണ്ടിൽ ദെൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം കേട്ടോ. 4 എളുപ്പം മനസ്സിലാക്കാനായിട്ട് വളരെ എളുപ്പമുള്ള ഡയഗ്രാംസ് ആണ്, അത് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഡയഗ്രാം വരയ്ക്കാൻ ഞാൻ നിന്ന് കഴിഞ്ഞാൽ ടൈം എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിന് നിൽക്കാത്തത്. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മുടെ റിസ്ക് റിട്ടേൺ പ്രൊഫൈലിൻ്റെ ഡയഗ്രാംസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ, താങ്ക് യു.